വലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 6ാമത്തെ പാഠം ഇദ്ഹബു ഫഅൻതുമു തുലഖാ. ഹിജറയുടെ 8ാം വർഷം റമദാനിൽ 10,000 സ്വഹാബികളോടൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയുടെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ 2ആയി തിരിച്ചു. ഒന്നിൻ്റെ നേതൃത്വം സ്വയം ഏറ്റെടുത്തു. മറ്റേതിൻ്റെ നേതൃത്വം ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തെ എതിർക്കാൻ ചിലർ വന്നെങ്കിലും അവരെയെല്ലാം പരാജയപ്പെടുത്തി അദ്ദേഹവും സംഘവും മക്കയുടെ താഴ്ഭാഗത്തുകൂടി പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെയുള്ളവരെയും ആരും തടഞ്ഞില്ല. അവർ സമാധാനപൂർവ്വം മേൽഭാഗത്തുകൂടി മക്കയിൽ പ്രവേശിച്ചു. വിജയശ്രീലാളിതരായി ഇസ്ലാമിൻ്റെ മഹത്വമറിഞ്ഞുകൊണ്ടുള്ള ആ വരവ് ഹൃദയഹാരിയായ കാഴ്ചയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലാക്ക് സ്തുതികൾ അർപ്പിച്ചു. മക്ക പൂർണ്ണമായും മുസ്ലിങ്ങളുടെ അധീനതയിലായി. ഇത് ഹിജറ 8ാം വർഷമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കോൽ വാങ്ങി കഅബ തുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സ്വഹാബികളും അകത്ത് കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശാനുസരണം കഅബയുടെ മുകളിൽ കയറി ബിലാൽ റളിയല്ലാഹു അൻഹു അദാൻ മുഴക്കി ഇസ്ലാമിക വിജയം പ്രഖ്യാപിച്ചു. അവർ കഅബയും പരിസരവും ശുദ്ധീകരിച്ചു. ഖുറൈശികൾ ഭയവിഹ്വലരായി കാത്തിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെയുള്ളവരെയും ധാരാളം ഉപദ്രവിച്ചിട്ടുണ്ട്. അവർ പ്രതികാരം ചെയ്യുമോ? സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ വാതിൽപ്പടിയിൽ നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അവിടുന്ന് ഖുറൈശികളോട് ചോദിച്ചു, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞു, താങ്കൾ ഉത്കൃഷ്ട സ്വഭാവിയും ഉദാരനായ പിതാവിൻ്റെ മകനുമാണ്. അങ്ങ് നല്ലതേ ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, എൻ്റെ സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെയാണ് എനിക്കും പറയാനുള്ളത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗമ ഇദ്ഹബു ഫഅൻതുമു തുലഖാ. പ്രതികാരമില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മോചിതരാണ്. വിട്ടുവീഴ്ചയുടെ അതുല്യ പ്രഖ്യാപനം കേട്ട് ഖുറൈശികൾ ഒന്നടങ്കം മാനസാന്തരമുണ്ടായി. അബൂ സുഫിയാൻ അടക്കമുള്ളവർ ഇസ്ലാം ആശ്ലേഷിച്ചു. അങ്ങനെ ശാന്തിയുടെ വഴിയിലൂടെ പ്രവാചകൻ ഒരു മഹാവിപ്ലവം വിജയിച്ചു. ജാ അൽ ഹഖു വസഹഖൽ ബാത്തുലു. സത്യം വന്നു, അസത്യം നശിച്ചു. ഇനി അവിടെ അതിൻ്റെ വാക്കുകളുടെ അർത്ഥങ്ങൾ കാണാം. അത് കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. വർക്ക് ബുക്ക് നോക്കാം. അദ്റസു സാദിസ് ഇദ്ഹബു ഫഅൻതുമു തുലഖാ. 1 നുൻഷിയുൽ ജുംല ഉണ്ടാക്കുക. പ്രകമ്പനം കൊള്ളുക. മക്കയിലേക്കുള്ള അവരുടെ വരവ് മക്കയെ പ്രകമ്പനം കൊള്ളിച്ചു. വിജയശ്രീലാളിതനായി മക്കയിൽ പ്രവേശിച്ചു. ആ വരവ് ഹൃദയഹാരിയായ കാഴ്ചയായിരുന്നു. ആശ്ലേഷിച്ചു. അബൂ സുഫിയാൻ അടക്കമുള്ളവർ ഇസ്ലാം ആശ്ലേഷിച്ചു. ശാന്തിയുടെ വഴിയിലൂടെ പ്രവാചകൻ ഒരു മഹാവിപ്ലവം വിജയിച്ചു. 2ാമത്തെ വർക്കാണ് നക്തശിഫു, വ്യക്തമാക്കുക. ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ എന്തെല്ലാം? ജന്മഭൂമിയായ മക്ക തിരിച്ചുപിടിച്ച മക്ക ഫതഹ് ചരിത്രം മനസ്സിലാക്കാൻ സാധ്യമാകുന്നു. ശത്രുക്കൾ വലിയ പ്രയാസം ചെയ്തപ്പോഴും സന്ധി ലംഘിച്ചപ്പോഴും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊന്നും പ്രതികാരം ചെയ്യാതെ മാപ്പ് നൽകുകയുണ്ടായി. സമാധാനത്തിൻ്റെ ദൂതരായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സമാധാനത്തിൻ്റെയും സഹനത്തിൻ്റെയും സന്ദേശം കൂടി ചരിത്രത്തിൽ മുറുക്കെ കൂടി പഠിക്കാനാകുന്നു. 3ാമത്തെ വർക്ക് നംലഉൽ ഫറാ, വിട്ടഭാഗം പൂരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫതഹ് ദിവസം മക്കയുടെ ഡാഷ് ഭാഗത്തൂടെ പ്രവേശിച്ചു. 2 ഖുറൈശികൾ ഡാഷ് ലംഘിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൻ സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെട്ടു. വ്യവസ്ഥകൾ. 3 ഹിജറയുടെ ഡാഷ് വർഷത്തിലാണ് ഫതഹ് മക്ക ഉണ്ടായത്? 8ാം.
4 ഫത്ഹു മക്ക സമയത്ത് ഒരു സംഘത്തിൻ്റെ നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു സംഘത്തിൻ്റെ നേതൃത്വം ഡേഷും ആയിരുന്നു ഏറ്റെടുത്തു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഇനി 4-ാമത്തെ വർക്ക് നുജീബ് ഉത്തരം എഴുതുക. ഫത്ഹു മക്ക ദിവസം കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചതാര്? ഉത്തരം ബിലാൽ റളിയല്ലാഹു അൻഹു. 2 മക്ക അധീനതയിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കോൽ വാങ്ങി കഅബ തുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും സ്വഹാബികളും അകത്ത് കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശാനുസരണം കഅബയുടെ മുകളിൽ കയറി ബിലാൽ റളിയല്ലാഹു അൻഹു അദാൻ മുഴക്കി ഇസ്ലാമിക വിജയം പ്രഖ്യാപിച്ചു. അവർ കഅബയും പരിസരവും ശുദ്ധീകരിച്ചു. 3-ാമത്തെ ചോദ്യം, ഖുറൈശികൾക്ക് ഒന്നടങ്കം മാനസാന്തരമുണ്ടായി. കാരണം എന്ത്? വിട്ടുവീഴ്ചയുടെ അതുല്യ പ്രഖ്യാപനം കേട്ട് ഖുറൈശികൾക്ക് ഒന്നടങ്കം മാനസാന്തരമുണ്ടായി. അബൂ സുഫിയാൻ അടക്കമുള്ള ഇസ്ലാം ആശ്ലേഷിച്ചു. ഇനി 5-ാമത്തെ വർക്ക് തഖ്സീസ്. ഫത്ഹു മക്ക എന്ന വിഷയത്തിൽ കുറിപ്പെഴുതുക. ഹിജ്റയുടെ 8-ാം വർഷം റമദാനിൽ 10,000 സ്വഹാബികളോടൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയുടെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ 2ആയി തിരിച്ചു. ഒന്നിൻ്റെ നേതൃത്വം സ്വയം ഏറ്റെടുത്തു, മറ്റേതിൻ്റെ നേതൃത്വം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചു. ഖാലിദ് റളിയല്ലാഹുവിൻ്റെ സൈന്യത്തെ എതിർക്കാൻ ചിലർ വന്നെങ്കിലും അവരെയെല്ലാം പരാജയപ്പെടുത്തി അദ്ദേഹം സംഘവും മക്കയുടെ താഴ്ഭാഗത്തു കൂടി പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെയുള്ളവരെയും ആരും തടഞ്ഞില്ല. അവർ സമാധാനപൂർവ്വം മേൽഭാഗത്തു കൂടി മക്കയിൽ പ്രവേശിച്ചു. ഇനി നുൻഷിഉൽ ജുമൽ ബിതബ്ദീലി മാ തഹതു ഖത്തുൻ കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിൽ ഉള്ളതുപോലെ അടിയിൽ വരയിട്ട ഭാഗം മാറ്റി ജുംല ഉണ്ടാക്കുക. അന്തുമു തുലഖാ, അന്തുമുൽ അസാത്തീദ്, അന്തുമുൽ ഉലമാ, അന്തുമുൽ ഉഖലാ, അന്തുമു ത്വാലിബൂൻ. ഇനി അവിടെ അന്തുമുൽ ഫായിസൂൻ എന്നും വേണം എഴുതി കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.